ബേസിക്കലി മനസ്സിലാക്കിയിരിക്കുന്ന ഒത്തിരി ഒരു ഇൻട്രോവേർട്ടായിട്ടൊക്കെ സംസാരിക്കുന്ന ഒരു വ്യക്തിയാണ്. പക്ഷേ റീല് കണ്ടാൽ ഞങ്ങളുടെ അതിന്റെ ഇംപ്രഷൻ മൊത്തം മാറ്റി കളഞ്ഞു. ചേച്ചി അത് നമ്മൾ പറയില്ലേ ഈ ലൈഫ് ആഫ്റ്റർ ക്രൈസ്റ്റ് ബിഫോർ ക്രൈസ്റ്റ് എന്നൊക്കെ പറയുന്നില്ലേ, അതെ 19 വർഷത്തിന് മുമ്പും ശേഷവുമുള്ള അയാളെ ചോദിച്ചു നോക്കുക, ബിഫോർ ആൻഡ് ആഫ്റ്റർ. പക്ഷെ ഒരു കാര്യം കേട്ടോ, ഭയങ്കര നല്ല പെർഫോമൻസ്. കയ്യും കാലും അത് ശരിക്കും ഞാൻ പറയും, ഒരു റീലൊക്കെ ചെയ്യുമ്പോഴത്തേക്കും ഞാൻ ചിലപ്പം ഇങ്ങനെ പറയും, എടോ നമുക്ക് ആ പാട്ട് ചെയ്യാം, തനിക്കൊന്നും പോകുന്ന പണിയൊന്നുമില്ല ചുമ്മാ അങ്ങനെയൊക്കെ പറയുവേ. എന്നിട്ട് ലാസ്റ്റ് നമ്മൾ കയ്യും പ്ലീസ് ഇടോ എന്തിനാടോ വാടോ എന്നൊക്കെ പറഞ്ഞ ടെറസിന്റെ മുകളിൽ ഞങ്ങൾ 4 ദിവസം പ്രാക്ടീസ് എന്റെ പിള്ളേരെ പഠിപ്പിക്കാൻ എന്തൊരു പാടാന്ന് പറയാം, അതിലും പാടാന്ന് ഇയാളെ ഒന്ന് പഠിപ്പിക്കാൻ. എന്നിട്ട് ഞങ്ങൾ അപ്പൊ ലാസ്റ്റ് വഴക്കാവും. താനൊരു ഡാൻസറാണ്, അപ്പൊ തനിക്കറിയാം ഓൾറെഡി ഈ സ്റ്റെപ്പ് ഇത് കഴിഞ്ഞ ഇതാണ്, താൻ പറയണം. ഞാൻ പറഞ്ഞു അതെങ്ങനെ റീൽ നമ്മൾ ചെയ്തോണ്ടിരിക്കുമ്പോ പറയാൻ പറ്റുമോ? അയ്യോ തമാശയല്ല കേട്ടോ, ഈ റീലിന്റെ നമ്മുടെ ഈ മ്യൂസിക് ഇടാത്ത വർഷം വേണമെങ്കിൽ ഞാൻ കാണിച്ചു തരാം. എടുത്തോ അല്ല, എന്നിട്ട് എന്താ അറിയോ, ഇപ്പൊ ചിലപ്പോ കമന്റ്സ് ഒക്കെ വരും, ചേച്ചി ഇത് ചേട്ടൻ തൂക്കി എന്നൊക്കെ പറയുമ്പോ ചേട്ടൻ കണ്ടോ. ഒരുപാട് കമന്റ്സ് ഞാനും അത് വായിച്ചു കേട്ടോ. എന്നിട്ടിരുന്ന് ഭയങ്കര പ്രഭുദേവയാണോ എന്നൊക്കെ ഞാൻ പറഞ്ഞു, പ്രഭുദേവയെ കാണാനായിരുന്നു ഷൂട്ട് ചെയ്യുന്ന സമയത്ത്.